എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി നവ്യയോട് പറയുവാണ്, നിങ്ങൾ രണ്ട് മരുമക്കൾ ആ വീട്ടിലില്ലെങ്കിലും മുത്തശ്ശനോ മുത്തശ്ശിക്കോ വേറെ ആർക്കോ ഒരു പ്രശ്നവുമില്ല, അവിടെ നിൻ്റെ അനിയത്തി കാണണം, അത്രയും അവർക്കുള്ളൂ, അതുകൊണ്ടാണല്ലോ അവളെ ഇത്ര സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ഈ പറയുന്നൊന്നും നവ്യക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നവ്യ പറയുന്നുണ്ട്, ആയിക്കോട്ടെ അവർ ആ പെൺകൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചോട്ടെ, പക്ഷേ ഇനി നമ്മളുടെ മോൻ്റെ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ അവിടെ വെച്ച് നമുക്ക് നടത്തണ്ട, ഇവിടെ വെച്ച് നടത്തിയാൽ മതി, അതിൻ്റെ പേരിൽ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകരുത് എന്നൊക്കെ പറയുമ്പം അഭി പറയുവാണ്, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഞാൻ നിനക്ക് വിടുവാണ്, കാരണം അത് മൊത്തം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നവിയുടെ തലയിൽ എടുത്തിടാലോ, അതുകൊണ്ടാണ് അത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് ജലജയുടെ ഒരു മെസ്സേജ് വരുന്നത്. എടുത്തു നോക്കുമ്പോൾ വീഡിയോയാണ്, അവിടുത്തെ ആഘോഷങ്ങളുടെ വീഡിയോ. അന്നേരം അത് കണ്ടിട്ട് നവ്യ പറയുന്നുണ്ട്, ഇത് എന്താ ഈ കാണുന്നത്, എന്നാ ആഘോഷമോ, അതിൻ്റെ അകത്ത് എൻ്റെ അനിയത്തിയുടെ മുഖം നോക്കി, അവൾ എന്ത് സന്തോഷത്തോടെ ഇതൊക്കെ ചെയ്യുന്നത്, അവൾക്കിത് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത്, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അത് തന്നെ, അവളത് സഹിക്കുമല്ലോ, ആഘോഷിക്കുമല്ലേ, അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആദർശ മനസ്സ് മാറ്റി കാണും, അതുകൊണ്ടാണ്, അല്ലാതെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയും. അന്നേരം ഏതായാലും ഇത് ഞാൻ ചൂടോടെ എൻ്റെ അച്ഛനെയും അമ്മയും കാണിക്കട്ടെ, എന്നിട്ട് അവരെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് തിരുത്തട്ടെ എന്ന് പറയുമ്പോൾ അഭിയും അതെ, എന്തെങ്കിലും പറഞ്ഞ് തിരുത്താൻ നോക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും നവ്യ അതുമായിട്ട് നേരെ ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു, ഗോവിന്ദനെ കാണിക്കുന്നു, അന്തേക്ക് അങ്ങോട്ടേക്ക് കനക വരുന്നു, കനകയും കാണിക്കുന്നു. അന്നേരം ഗോവിന്ദനും കനകയും ഇങ്ങനെ പറയുന്നുണ്ട്, നയനയ്ക്ക് ഇത് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനൊരു സാഹചര്യത്തിൽ അവളിവിടെ വന്ന് നിന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, അവളിങ്ങോട്ട് വരാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇതിൻ്റെ പേരിൽ സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുക. അന്നേരവും നവ്യ അവിടെ പറയുന്നുണ്ട്, എനിക്കറിയാം അഭിയാണ് ഇങ്ങനൊരു തെറ്റ് ചെയ്തിരുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും വിഷമമാകില്ലായിരുന്നു, ഇതിപ്പോൾ നിങ്ങളുടെ ഹൃദയം തകർത്ത് കളഞ്ഞത് ആദർശേട്ടൻ ചെയ്തു എന്നറിഞ്ഞിട്ടല്ലേ, എന്ത് ചെയ്യാൻ, അയാൾ ഇങ്ങനെയായി പോയില്ലേ, എനിക്കിപ്പോൾ അയാളെ കാണുന്നത് പോലും വെറുപ്പാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അന്നേരം കനക പറയുന്നുണ്ട്, നയനമോൾ എന്തിനാ ഇതൊക്കെ സഹിച്ച് അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് കനക പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുവാണ്, അവളെ വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അവളെല്ലാം സഹിച്ച് അവിടെ പിടിച്ചു നിന്ന് നന്മമാരാകാനാണ് ശ്രമിക്കുന്നത്, നന്മമാരുമായി പേരെടുക്കണം. ഇപ്പം മുത്തശ്ശൻ വിചാരിച്ചേക്കുന്നത് അവളെ എല്ലാം സഹിച്ച് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് തകർക്കാത്ത ഒരു നല്ല പെൺകുട്ടിയാണ് എന്നോ, നല്ലൊരു മരുമകളാണ് എന്നൊക്കെയാണ് മുത്തശ്ശൻ ധരിച്ചു വെച്ചേക്കുന്നത്, അങ്ങനെ പേരെടുക്കാൻ വേണ്ടിയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നവ്യ പറയുന്നുണ്ട്. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം നന്മമരം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, നയനെ നന്മമരം എന്ന് വിളിക്കരുത്, അവൾ അതെല്ലാം സഹിക്കുന്നത് ചേച്ചിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ മെസ്സേജ് ഇട്ടായിരുന്നു. എന്നിട്ട് നവ്യ ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛൻ അവളെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുക, അങ്ങനെയെങ്കിൽ അവളെ തലയിൽ ഇത്തിരി വെളിച്ചം കയറട്ടെ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയും, ഞാൻ ഉപദേശിക്കാഞ്ഞിട്ടാണോ, അവളോട് എത്ര തവണ പറഞ്ഞു കൊടുത്തത്, അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അവൾക്ക് നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ്, കുഞ്ഞിലെ എന്നെയും നന്ദുവിനെയും ഒക്കെ നിങ്ങൾ തല്ലി വളർത്തിയതാണ്, അവൾക്ക് അങ്ങനെ തല്ലി മേടിക്കേണ്ടി വന്നിട്ടില്ല, അതിൻ്റെ കേടാണ് അവളിപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ പറയും. ഏതായാലും ഭയങ്കര സങ്കടമാണ് രണ്ടുപേർക്കും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിക്കണോ എന്ന് പോലും ഞങ്ങൾ തീരുമാനിക്കുവാണ്, ഏതായാലും നന്ദുമോൻ ഇങ്ങ് വരട്ടെ, നന്ദു വന്നു കഴിയുമ്പോൾ അവൾക്ക് ദൂരെയായിരിക്കും ജോലി കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ അവളുടെ കൂടെ പോയി അവിടെ കോട്ടേഴ്സിൽ താമസിക്കാം, ഈ വീട് പൂട്ടി താക്കോൽ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാം എന്ന് പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്, അച്ഛന് ഒരു മരുമോനല്ലല്ലോ ഉള്ളത്, വേറൊരാളൂടി ഇല്ലേ, അഭിയും കൂടി ഇല്ലേ, പിന്നെ എന്തിനാ ഈ വീട് വിട്ടു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പം, അങ്ങനെയല്ല മോളെ, ഈ വീട് മേടിച്ചു തന്നത് ആദർശാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ഈ മനുഷ്യൻ നേരാവണ്ണം ഉറങ്ങാറില്ല, ഇപ്പം മരുന്നും ആഹാരവും ഒന്നും നേരാവണ്ണം കഴിക്കാറില്ല, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ഈ പെണ്ണ് എന്തിനിങ്ങനെ ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് കനകി അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പോൾ നവ്യ ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛൻ ഒരുപാട് വിഷമമായി എന്ന് എനിക്കറിയാം, അഭി ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയേനെ, ഇതിപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നവ്യ. പിന്നീട് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത്. അവിടുന്ന് മധുസൂദനൻ ട്രാൻസ്ഫറായി പോവുകയാണല്ലോ, അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങൊക്കെ നടത്തുവാണ്. അന്നേരം മധുസൂദനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥൻ പറയുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രെയിനീസിന് ആർക്കെങ്കിലും അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയുവാണ്. അന്നേരം നന്ദുവാണ് പോയി പറയുന്നത്. നന്ദു പറയുന്നുണ്ട്, നമ്മൾ പോലീസ് ഓഫീസർമാർ എപ്പോഴും സത്യസന്ധരായിരിക്കണം, അതുകൊണ്ട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണല്ലോ നിയമം, അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് മധു സാറ് എന്നോട് വ്യക്തിവൈരാഗ്യം കാണിച്ചത്, എന്നോട് മാത്രം ഈ തിരിച്ചു വ്യത്യാസം കാണിച്ചത് എന്ന് എനിക്കറിയില്ല, അതെന്തുകൊണ്ടാണ് എന്ന് സാറിന് പറയാൻ പറ്റുമെങ്കിൽ തുറന്നു പറയുന്നത് നല്ലതാണ്, മറ്റാരുടെയോ ഒരു
അഭിപ്രായപ്രകാരം നിർദ്ദേശപ്രകാരമാണ് സാറ് പെരുമാറിയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ സാറിനോട് ദേഷ്യമൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്ന അധ്യാപകരായിരിക്കും മുതിരുമ്പം നമ്മുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ എന്നും എൻ്റെ മനസ്സിൽ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു ട്രെയിനറായിട്ട് സാറുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോകും കേട്ടോ. പോയി കഴിഞ്ഞാൽ അങ്ങേര് പ്രസംഗിക്കുവാണ്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലായിരുന്നു, അത് നിങ്ങൾക്ക് തോന്നിയതാണ്. ഞാൻ അങ്ങനെ ചെയ്തത് ഈ ജോലി കിട്ടിക്കഴിയുന്നത് ചോരത്തിളപ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പോയി ചാടും ഇപ്പോഴത്തെ ട്രെയിനീസ്. അങ്ങനെ ചാടാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് നന്ദുവിനെ അയാൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ബാക്കി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവിടെ ചെറിയ പാർട്ടിയുണ്ട്. അത് പറയുമ്പോൾ തുഷാര പറയുന്നുണ്ട്, അയാളുടെ പാർട്ടിയാണ്, നീ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വയറ് ശരിയാകും മിക്കവാറും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും അയാളുടെ ഫുഡ് എനിക്ക് വേണ്ട, എനിക്ക് ദഹിക്കത്തില്ല എന്ന് പറയുക. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലെ ആഘോഷങ്ങളാണ്. ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും തീർന്നിട്ടില്ല. അവർ പടക്കവും പൂത്തിരിയൊക്കെ കത്തിച്ച് രാത്രിയിലും ആഘോഷിക്കുവാണ്. ഇത് കണ്ടിട്ട് ജാനകിക്കും ജലജയ്ക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട്, എന്തൊരാഘോഷമാണ്, എവിടുന്നാണ്ടോ വന്ന് കയറിയ പെണ്ണിന് വേണ്ടി ഇവർ ഇതെല്ലാം ചെയ്യുന്നത്, ഇതിനി നാട്ടുകാരെ കൂടി കാണിക്കാനാണോ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ആർക്കറിയാം, ഏതായാലും ഇത് മൊത്തം നാട്ടുകാരെല്ലാം അറിഞ്ഞ് നാണം കെടണം, അതാ വേണ്ടത് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, മിക്കവാറും ഞാൻ അതിനുള്ള പണി തുടങ്ങും, എൻ്റെ മരുമകൾ ഇവിടുന്ന് പോയപ്പോഴേ ഞാനിതൊക്കെ മനസ്സിൽ ചിന്തിച്ചതാണ് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഏതായാലും ഇത് വീഡിയോ എടുത്ത് നവ്യയ്ക്ക് അയച്ചു കൊടുക്കുക, അവളുടെ അച്ഛനും അമ്മയും അങ്ങ് സങ്കടപ്പെട്ടെ, അയാളുടെ ഹാർട്ട് നിന്ന് പോവുകയാണെങ്കിൽ നിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് അത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. ഈ സമയം അബി ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ്റെയും കനകയുടെ അടുത്ത്. അന്നേരം പറയുന്നുണ്ട്, കുഞ്ഞിലേ തൊട്ടേ അവനോടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, എന്നോട് ചെറിയ തിരിച്ചു വ്യത്യാസം ഉണ്ടായിരുന്നു, അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അവരെല്ലാവരും എന്നും പറയുമായിരുന്നു ആദർശിനെ കണ്ടുപിടിക്കണം, അവനാണ് നല്ല കുട്ടിയെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അവനെ ശരിക്കും അതേപോലെ പകർത്തുന്ന ആളാണ് അനി, അതുകൊണ്ടാണ് അവൻ്റെ കുടുംബജീവിതം ഇങ്ങനെയായത്. അവളെ സ്നേഹിക്കാതെ നമ്മുടെ നന്ദുവിൻ്റെ പുറകെ നടക്കുമല്ലേ അവൻ, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇനി നന്ദൂട്ടാൻ അനിയുടെ പുറകെ പോകത്തൊന്നുമില്ല, അവൾക്ക് ജോലി ആയി കഴിഞ്ഞാൽ അവൾ അതിൻ്റെ തിരക്കിൽ അങ്ങ് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ, എങ്കിലും ശ്രദ്ധിക്കണം, അവൻ്റെ സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞ് അബി പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുവാണ്, അതെ അവിടുത്തെ ആഘോഷങ്ങളൊന്നും തീർന്നിട്ടില്ല, അതേ രാത്രിയിൽ കരിമരുന്ന് പ്രകടനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും അവർക്കെല്ലാം ആകെ സങ്കടമാവും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതെന്താ ഈ നയനെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല, അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ നിന്ന് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, അത് ആദർശ് പറഞ്ഞ് മനസ്സ് മാറ്റിയതാണ്. ആദ്യമൊക്കെ അമ്മായിക്ക് ചെറിയ ഒരു എതിർപ്പുണ്ടായിരുന്നു, അമ്മായിയും ഇപ്പം രണ്ടും കൂടി കുപ്പിയിലാക്കി വെച്ചേക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഈ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനെയാണ്. കൊച്ചിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശ്. അന്തയും അങ്ങോട്ടേക്ക് ദേവയാനി വരും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ കൂടെ കിടക്കാം, മുത്തശ്ശിയുടെ കൂടെ കിടക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ മോൾക്കൊരു മടിയാണ്. അന്നേരം എന്ത് മടിയാണ്, ഞാൻ കൂടെ കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് മോളെ എടുത്ത് എളി വെച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. മോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം, അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേര് ഇവിടുന്ന് സ്ഥലം വിട്ടു പോയായിരുന്നല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇഷ്ടപ്പെടാത്ത ആരും ഇവിടെ നിൽക്കണ്ട, അവർ സ്ഥലം വിട്ടു പോകട്ടെ, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇപ്പം ജലജയെക്കാരും ജാനകിയെക്കാരും ആദർശിനോട് ദേഷ്യമുള്ളത് നവ്യയ്ക്കാണ്, അവൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ട സഹിക്കത്തില്ല, ഏതായാലും അവളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിതൊക്കെ മറച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്, പക്ഷെ ചില സമയത്തെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ പിടിവിട്ടു പോകും എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതൊക്കെ നേരാ, പക്ഷെ എന്ത് ചെയ്യാം, അവളുടെ ജീവിതം നശിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയെല്ലാം മറച്ചു വെക്കുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം അവൻ ഇവിടെ നിൽക്കേണ്ടതായിരുന്നു, അത് അച്ഛനും പറഞ്ഞു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ സ്വഭാവം ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, അവൻ ശരിക്കും നവ്യനെ ചതിക്കുവാണ് എന്ന് പറയുമ്പം നയന പറയുവാണ്, അങ്ങനെ ഒരു ചതിയൻ്റെ കൂടെയാണ് ചേച്ചി കഴിയുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന്. എങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ചേച്ചീനെ ആ ചതിയിൽ നിന്ന് അങ്ങ് രക്ഷിച്ചുകൂടെ, അത് ചെയ്യത്തുമില്ല. പിന്നെ കാണിക്കുന്നത് ദേവേനി മോളെയും കൊണ്ട് അവർ റൂമിലേക്ക് ചെല്ലുന്നു. അന്നേരം ഭയങ്കര സന്തോഷത്തോടെ മോള് വന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ജയൻ കട്ടിലേറ്റി കിടത്തുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോൾക്ക് ഇങ്ങോട്ട് വരാൻ മടിയായിരുന്നു, ഞാൻ പിടിച്ച് പിടിയാലെങ്ങ് കൊണ്ടുവന്നതാണ്. എന്നിട്ട് കൂടെ കിടന്നിട്ട് മോൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ദേവേനി പറയുന്നുണ്ട്, ഈ രക്തബന്ധത്തിലൊന്നും വലിയ കാര്യമില്ല അല്ലേ, ഈ മോള് ശരിക്കും ആരുടെ കൂടെയാണ് കിടക്കേണ്ടതെന്ന് അറിയാലോ, എന്നിട്ട് അത് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയുമ്പം ജയൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും ഇനി ചിന്തിക്കേണ്ട, ഈ മോൾക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇനി മോളെ നന്നായിട്ട് പഠിപ്പിക്കണം, എന്നിട്ടൊരു ഡോക്ടർ ആകണം, അനന്തപുരിയിൽ ഇപ്പോൾ ഒരു ഡോക്ടറാണ് ഇല്ലാത്തത്, മോൾ ഡോക്ടറായിട്ട് ഞങ്ങളെയൊക്കെ ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കുശലൊക്കെ പറഞ്ഞ് മോളെ കളിപ്പിച്ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി. പിന്നെ ഈ സമയം മോള് കൂടിയില്ലല്ലോ, അതിൻ്റെ ഒരു ചെറിയ റൊമാൻസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആദർശിനെയും നയനെയും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.